സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾ പാകിസ്ഥാനിലേക്ക് പോകുമെന്ന വിവാദ പരാമർശവുമായി സ്കൂൾ ഉടമ. തൃശൂർ മാളയിലെ ഇന്റർനാഷണൽ ആൻഡ് സൈനിക് സ്കൂൾ ഉടമ ഡോക്ടർ രാജു ഡേവിസ് ആണ് വിവാദ പരാമർശം നടത്തിയത്. വിവാദ സന്ദേശം രക്ഷിതാക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് പങ്കുവച്ചത്. സ്കൂളിലെ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാത്തവരെ ക്ലാസ്സിൽ കയറ്റില്ല എന്നും അവധി ദിവസം സ്കൂളിലെത്താത്തവർ വിശദീകരണം നൽകണമെന്നും സന്ദേശത്തിൽ പറയുന്നു. ഷാബാസ് അഹമ്മദ് വിവരങ്ങളുമായി. ഷാബാസ്, ഇപ്പോൾ വിദ്യാർത്ഥികൾ പാകിസ്ഥാനിലേക്ക് പോകണം, സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ എന്ന ഗുരുതരമായ പരാമർശം നടത്തിയിരിക്കുകയാണ് സ്കൂൾ ഉടമ. ഇയാളുടെ പ്രതികരണം നമുക്കറിയാനായോ? ഈ രക്ഷിതാക്കൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത് പങ്കുവച്ചു എന്നതിനപ്പുറമുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നില്ലേ ഷാബാസ്? തീർച്ചയായും സ്മൃതി, എന്തായാലും ഒരിക്കലും പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള വാക്കുകളാണ് ഈ രക്ഷിതാക്കളോട് ഈ സ്കൂൾ ഉടമ പറഞ്ഞിരിക്കുന്നത്. മാളയിലെ ഇന്റർനാഷണൽ ആൻഡ് സൈനിക സ്കൂൾ ഉടമയായ ഡോക്ടർ രാജു ഡേവിസ് ആണ് ഇത്തരത്തിലൊരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ പങ്കെടുക്കാത്ത കുട്ടികളുടെ രക്ഷിതാക്കളോടെയാണ് ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഈ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാത്തവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോകുക എന്നൊരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇയാൾ അയച്ച സന്ദേശത്തിൽ പറയുന്നുണ്ട്. അതായത് എല്ലാത്തിനും സ്വാതന്ത്ര്യം വേണം, പക്ഷേ സ്വാതന്ത്ര്യദിന സമയത്ത് കുട്ടികളെ വീട്ടിലിരുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾ ഇത്തരത്തിൽ ധിക്കാരികളായി മാറുന്നത് എന്നതടക്കമുള്ള പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം പറഞ്ഞത്, ഈ പരിപാടിക്ക് ആരും വരില്ല എന്നറിഞ്ഞിരുന്നതാണെങ്കിൽ 1 ലക്ഷം രൂപ എന്റെ പോക്കറ്റിൽ ഇരുന്നേനെ എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും ബസ്സുകൾ പോകുന്നുണ്ട്, പക്ഷെ എന്നിട്ടും ഇത്തരത്തിൽ ഈ പകുതിയോളം രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് വിടാൻ തയ്യാറായിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ പാകിസ്ഥാനിലേക്ക് പൊയ്ക്കൂടെ എന്നതടക്കമുള്ള പരാമർശം ഈ സ്കൂൾ ഉടമ നടത്തിയിരിക്കുന്നത്. സ്കൂൾ ഉടമയെ വിളിക്കുമ്പോൾ അറിയുന്നൊരു കാര്യം, ഇയാൾ പറയുന്ന ഒരു വിശദീകരണം എന്നത് ഏതെങ്കിലും അറബ് രാജ്യങ്ങളല്ല താൻ പറഞ്ഞത്, ഇന്ത്യയുടെ ഒരു ശത്രു രാജ്യത്തെയാണ്. ഇന്ത്യയുടെ നിയമങ്ങളെ അല്ലെങ്കിൽ ആഘോഷങ്ങളെയൊക്കെ മാനിക്കാത്തവർ ശത്രു രാജ്യത്തേക്ക് പൊയ്ക്കോട്ടെ എന്നതാണ് താൻ ഉദ്ദേശിച്ചത് എന്നാണ് പറയുന്നത്. പക്ഷേ എന്തു തന്നെയായാലും വളരെ അപകടകരമായ ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. രക്ഷിതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സ്കൂളിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മാളയിലെ ഒരു സ്കൂളിലെ ഉടമയാണ് സ്വാതന്ത്ര്യദിനത്തിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികളോട് പാകിസ്ഥാനിലേക്ക് പൊയ്ക്കൂടെ എന്നൊരു സന്ദേശത്തിൽ ചോദിച്ചിരിക്കുന്നത്. സ്മൃതി, ശരി, ഏതായാലും വലിയ വിവാദമായിരിക്കുന്ന ഒരു പരാമർശമാണ് ഇപ്പോൾ സ്കൂൾ ഉടമ നടത്തിയിരിക്കുന്നത്. ഷാബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.